കുര്യോട്ടുമല ഹൈടെക് ഡയറി ഫാം നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ 3 സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ.പി. മോഹനൻ നിർവഹിക്കുമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിലുള്ള കുര്യോട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാമിൽ 13ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റായി ലഭിച്ച 20 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് ഹൈടെക് ഡയറി ഫാം ആരംഭിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി 20 കോടി രൂപ അനുവദിക്കുകയും 3-ാം തീയതി വൈകുന്നേരം അതിന്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാന്യനായ വകുപ്പ് മന്ത്രി ശ്രീ കെ.പി. മോഹനൻ നിർവഹിക്കുകയും ചെയ്യാം. കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ അധീനതയിൽ അധികാര വികേന്ദ്രീകരണം വഴി വിട്ടുകിട്ടിയ 5 ഫാമുകളാണ്. അതിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഏക ഫാം കുര്യോട്ടുമല ഫാമാണ്. ഹൈടെക് ഡയറി ഫാമുകളിലൂടെ നാടിനെ ക്ഷീര സ്വയം പര്യാപ്തമാക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് എസ്. ജയമോഹൻ പറഞ്ഞു. 20 കോടി രൂപ ഹൈടെക് ഫാമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അനുവദിക്കുമ്പോൾ 2 കോടി രൂപ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പുതിയ സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഫാമിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 300 പശുക്കളെ കൂടി അധികമായിട്ടാണ് ഹൈടെക് ഫാം വരുമ്പോൾ ഇവിടെ പുതിയതായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ 300 പശുക്കളും കൂടി വരുമ്പോൾ ഇപ്പോൾ 700 ലിറ്റർ പാലാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 6000 ലിറ്ററായിട്ട് പാലിൻ്റെ ഉൽപ്പാദനം ഉയരും. ഒരു വർഷം ഇപ്പോൾ 2,55,000 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്നത് 22 ലക്ഷം ലിറ്റർ പാലായിട്ട് തന്നെ ഉയരും. നമ്മുടെ ജില്ലയിൽ തന്നെ പൊതുവിലെടുക്കുമ്പോൾ 5 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസം ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ട. അപ്പോൾ 3.5 ലക്ഷം ലിറ്റർ പാല് നമ്മൾ ഉൽപ്പാദിപ്പിക്കും. ഈ ഫാമിന്റെ വികസനവും കൊല്ലം ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്നത് ക്ഷീരാമൃതം പദ്ധതി കൂടി നടപ്പിലായി വരുമ്പോൾ പാല് ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളെ മറ്റും ആശ്രയിക്കുക, അതൊരു സ്വയം പര്യാപ്തതയിലേക്ക് തന്നെ ഇതിനെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുര്യോട്ടുമല ഫാമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാം സൂപ്രണ്ട് പി.എസ്. ശ്രീകുമാർ, സീനിയർ കൃഷി ഓഫീസർ ജിജി കെ. ജോൺ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി. വിമല, മൃഗസംരക്ഷണ വകുപ്പ് പ്രോജക്ട് ഓഫീസർ ചന്ദ്രപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി. നായർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.